അനൂപ്, ഇതാരും പ്രതീക്ഷിച്ചതല്ല. സ്വരാജ് നിലമ്പൂരുണ്ട്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ തന്നെ നേതാക്കൾ പറഞ്ഞത് ഇവിടെയുണ്ട്. എം അനൂപ് എന്താണ് പറഞ്ഞത്? കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ? അനൂപ് കേൾക്കാം. ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുകയായിരുന്നു അനൂപിനോട്. എം സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ചോദിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ശക്തമായ സന്ദേശം ഇപ്പോൾ CPIM നൽകിയിരിക്കുന്നു എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട്. എന്തു പറയുന്നു ഇപ്പോൾ? രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് കൊണ്ടല്ലോ CPM സ്ഥാനാർത്ഥിയാക്കിയത്. രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നതിനൊക്കെ അതേ രീതിയിൽ അതേ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയല്ലോ CPM-ന്റെ ജോലി. നിങ്ങളുടെ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ സൈബർ പോരാളികൾക്കൊക്കെ അങ്ങനെ പറയാം. അതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വരാജ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ CPM അവതരിപ്പിക്കുന്നു. സ്വാഭാവികമായും ഒരു CPM അണികളെ സംബന്ധിച്ച് താങ്കൾ തന്നെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2 തവണ സ്വതന്ത്രനെ പരീക്ഷിച്ച ഒരു സ്ഥലത്ത് CPM-നെ സംബന്ധിച്ച്, CPM പാർട്ടി കേഡേഴ്സിനെ സംബന്ധിച്ച് അത് ആവേശമുണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അത് എന്ത് പ്രത്യേകതയാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, CPM പോലും അതിന്റെ തിരിച്ചടികളിൽ നിന്ന് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് തൃക്കാക്കരയിലും 2 പാലക്കാടും 2 ഡോക്ടർമാരെ അവതരിപ്പിച്ചു. അപ്പോൾ മൂന്നാമതൊരു ഡോക്ടറെ കൂടി അവതരിപ്പിക്കുക എന്ന ജാള്യതയിൽ നിന്ന് CPM-ന് വേണമെങ്കിൽ സ്വയം പിൻവാങ്ങി എന്ന് പറയാം. അതിന്റെ അനുഭാവികൾക്ക്, അതിന്റെ വോട്ടർമാർക്ക്, അതിന്റെ പ്രവർത്തകർക്ക്, അതിന്റെ കേഡർമാർക്ക് ഒരു പുതിയ ആത്മവിശ്വാസം നൽകി എന്ന് CPM-ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് സ്ഥാനാർത്ഥിയെയും പോലെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് സ്വരാജ് എന്നാണ് യാഥാർത്ഥ്യം. അത് വേറെ ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ അത് രാഷ്ട്രീയമായി നേരിടും എന്നതുപോലെ തന്നെ. അനൂപ്, പക്ഷെ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചുകൊണ്ടിരുന്നത്. സ്വരാജ് അതുകൊണ്ടാണല്ലോ ഡോക്ടർമാരെ ഇറക്കാതിരിക്കാൻ വേണ്ടി IMAയോട് പരാതി പറയും എന്നൊക്കെ ഈ സൈബർ പോരാളികൾ പറയുന്ന ഭാഷയിൽ മുരളീധരനൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടത്. അതൊക്കെ ഇപ്പോൾ മറികടന്ന് രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിൽ ഒരല്പം തന്ത്രപരമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം CPIM അവിടെ സ്വരാജിനെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന രീതിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, മറു ക്യാമ്പിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, അതാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ഇടയാക്കിയത്. കേട്ടതിൽ വെച്ച് ഞാൻ പറയാം, ഇതിനകത്ത് CPM അതിന്റെ എത്രയോ ഉയർന്ന നേതാക്കന്മാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. EMS മത്സരിച്ചിട്ടില്ലേ? പിണറായി വിജയൻ മത്സരിച്ചിട്ടില്ലേ? VS അച്യുതാനന്ദൻ മത്സരിച്ചിട്ടില്ലേ? KR ഗൗരിയമ്മ മത്സരിച്ചിട്ടില്ലേ? അപ്പോ അതിനെയൊക്കെ കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടില്ലേ? ആ എതിർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ലേ? അതിലും മുകളിൽ എന്ത് തലപ്പൊക്കമാണ് സ്വരാജിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടമോ അല്ലെങ്കിൽ കയ്യൂർ സമരത്തിന്റെയോ പുന്നപ്ര വയലാറിന്റെയോ പാരമ്പര്യമുള്ള ഒരാളാണോ? ഇപ്പൊ സ്വരാജിനെ സംബന്ധിച്ച് നോക്കിയാൽ അതിലും വലിയ സമരാനുഭവമുള്ള സിന്ധു ജോയ് അടക്കം ഗ്രനേഡുമായന്റെ കാലുമായി എന്നൊക്കെ അന്ന് പറഞ്ഞ സിന്ധു ജോയെ പോലുള്ള ആളുകൾ മത്സരിച്ചിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ സ്വരാജിനെ വ്യതിരക്തനാക്കിയ ഇതാ സ്വരാജ് വന്നിരിക്കുന്നു, ഇത് ഫയൽവാൻ ഗോദയിൽ എന്ന് പറയുന്നത് പോലെ എന്ത് പ്രത്യേകതയാണ് സ്വരാജിനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പരിവേഷം CPM-ന്റെ സൈബർ അണികളെ സംബന്ധിച്ച് ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് കഴിയുമെങ്കിൽ വിശദീകരിച്ചു. പക്ഷേ അപ്പുറത്ത് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഇപ്പോൾ വരാൻ നിൽക്കുന്നു എന്ന് നിങ്ങളിൽ തന്നെ ചിലരൊക്കെ പറയുന്ന PV അൻവറൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ സാധിക്കാത്ത ആളാണ്, ജോയിയാണ് നല്ല സ്ഥാനാർത്ഥി, സിനിമ പിടിക്കാൻ മാത്രം അറിയാവുന്ന ആളാണ് ഈ സ്ഥാനാർത്ഥി, ഇയാൾ തോറ്റു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് എന്നൊക്കെ PV അൻവർ പറയുന്ന ഒരു ആര്യാടൻ ഷൗക്കത്തിനെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പുറത്തെ M സ്വരാജിനെ നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നത്.
അല്ല, എം സ്വരാജിനെ കുറിച്ച് നെഗറ്റീവായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വരാജ് വരുന്നു എന്ന് പറയുന്നത്, സ്വരാജ് ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്ത്, അതിൽ മുകളിലോ അതിൽ താഴെയോ സ്വരാജിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അൻവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അൻവറിനത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല, UDF-ന്റെ ഭാഗമല്ല. ഇന്നലെ വരെ 9 കൊല്ലം നിങ്ങളുടെ കൂടെ നിന്ന ആളാണ്. പിണറായി വിജയനെ CPM-കാരേക്കാൾ മുകളിൽ പ്രതിരോധിച്ച ഒരാളാണ്. കടന്നിലകളുടെ രാജാവ് എന്ന് നിങ്ങളുടെ സൈബർ അണികൾ ആഘോഷിച്ച ഒരാളാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം പിന്നീട് വന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ലല്ലോ. ഞങ്ങളെ നാളെ പിന്തുണയ്ക്കാൻ എം സ്വരാജ് വന്നാലും ഞങ്ങളത് സ്വീകരിക്കില്ലേ? PV അൻവർ വന്നു, അദ്ദേഹം ആ നിലപാട് പറയുന്നു. അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല, അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ഞങ്ങളുടെ നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്ത് അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് നിർണ്ണയിക്കുന്നത് എന്താ? ഇന്ന് സ്വരാജ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ രീതിയിൽ അപഹസിച്ചിട്ട് ഇപ്പോഴും അതിൽ മാറ്റം വരുത്താത്ത ഒരാളിനെ ആണോ നിങ്ങൾ ഇപ്പോൾ UDF-ൽ പൂർണ്ണ അംഗമാക്കാൻ വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം? അല്ല, അദ്ദേഹം ഈ നിമിഷം വരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് UDF-ന് പുറത്തു നിൽക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല, അദ്ദേഹം ഈ സംവിധാനത്തിന്റെ ഭാഗമല്ല, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല, അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അദ്ദേഹം നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിരുന്നു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അല്ല, അപ്പോ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമാക്കാൻ വേണ്ടി ഇപ്പോൾ ചർച്ച നടക്കുകയാണെന്ന് അല്പം മുമ്പ് ഒരു പകൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഉറക്കെയാണ് പറയുന്നത്. താങ്കൾക്ക് അത് കേൾക്കാൻ പാകത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമിക്കും. എൻ്റെ ചോദ്യം ഇതാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് പ്രകാശ് മാസ്റ്ററിലേക്ക് പോകാം. അതായത്, നിങ്ങൾക്കൊപ്പം ഇല്ലാത്ത ഒരാൾ എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളിനെയാണ് ഇപ്പോഴും നിങ്ങൾ UDF യോഗം ചേർന്ന് ഈ ഒരു കാര്യവും മാറ്റിപ്പറയാത്ത ആളിനെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് നിങ്ങൾക്കൊരു പകൽ തന്നുകൊണ്ട് PV അൻവർ ഇപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാവിലത്തെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്. നോക്കൂ, ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗമല്ലാത്ത ആളുകൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ എന്തെങ്കിലും തരത്തിലുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അതിനെന്തിന് ഞങ്ങൾ നിരാകരിക്കണം? അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാകുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയുടെ നിലപാടുകൾ ഏറ്റുപറയേണ്ടത്. ഈ സന്ദർഭം വരെ അത് പ്രസക്തമല്ല. ശരി, നിങ്ങളുടെ പാർട്ടിക്ക് അകത്തേക്ക് വന്ന് നിങ്ങളുടെ മുന്നണിക്ക് അകത്ത് കയറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിന്റെ വാതിൽക്കൽ നിന്ന് നിങ്ങൾ എന്തും പറയാമെന്നാണ് അനൂപ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് മറ്റുള്ളവർ വിലയിരുത്തട്ടെ.